പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, എവിടെയും വലിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ പബ്ലിക്കായി ആരും വലിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പോലീസോ ഒരു പട്ടാളമോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികൃതരോ പഞ്ചായത്തോ ആരും തന്നെ ഇടപെടാതെ സമ്മർദ്ദപ്പെടുത്താതെ തന്നെ സ്വമേധയാ ഒരു കൾച്ചറായി, ഒരു സംസ്കാരമായി പുകവലി പബ്ലിക് പ്ലേസിൽ വലിക്കരുത് എന്നുള്ള ഒരു മനോഘടന മലയാളികൾക്ക് രൂപപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത് നിരന്തരം പുകവലി ഇവിടെ വിരോധിതമാണ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം നിരന്തരം പലരും പ്രസംഗിച്ചും പറഞ്ഞും പരസ്പരം വ്യക്തി സംഭാഷണം നടത്തിയും ഒക്കെ ആളുകളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അറിയാതെ കയറി വന്ന കേരളത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായ ഒരു വലിയ തീരുമാനമായിരുന്നു അത്. ഞാൻ പറഞ്ഞു, അതുപോലെ നമ്മൾ നിരന്തരം ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കുന്നു, ഹരിത പഞ്ചായത്തെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഹരിത വിരുദ്ധ പരിപാടികളൊക്കെ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായി നേരത്തെ പ്രിയപ്പെട്ട പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായി ഇതൊക്കെ ഇല്ലാതാക്കി ഈ പഞ്ചായത്ത് നമുക്ക് ആ അർത്ഥത്തിൽ പഞ്ചായത്തായി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റാൻ സാധിക്കും ഞാൻ ഉറച്ചു പറയാൻ കാരണം ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ടീമാണുള്ളത്. പ്രിയപ്പെട്ട